ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഈ ഒരു വീക്കിൽ അവസാനത്തെ ട്രേഡിംഗ് ഡേയിലേക്കാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും പൊതുവെ ഈ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആശ്വാസം പകരുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും 25,423.6 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. വളരെ ശക്തമായ ഒരു നോട്ടിൽ ട്രേഡിംഗ് ആരംഭിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൈ ലെവൽസിൽ നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. ബട്ട് 25,300 എന്നൊരു ലെവൽ ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാജുവലി ആണ് എങ്കിൽ പോലും നിഫ്റ്റി 50യിൽ വീണ്ടും ബുൾസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു വീക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നലത്തെ ഒരു ഇൻട്രാഡേ മൂവ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ 25,329.75 എന്നൊരു ഡേ ലോയ്ക്കും ഒപ്പം തന്നെ 25,448.95 എന്നൊരു ഹൈക്കും ഇടയിലായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടും ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 110ഓളം പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് ആണ് എങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇന്നലെയും തുടരാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നടന്നത് എങ്കിൽ പോലും ഏകദേശം ട്രേഡിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ലാസ്റ്റ് ലാപ്പ് ആയപ്പോഴേക്കും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് സെറ്റിൽ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഇന്നലെ സെൻസെക്സിൽ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 83,013.96 എന്ന നിലയിലാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റ് സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണെങ്കിലും തുടക്കത്തിലുണ്ടായ ഒരു മൂവ്മെന്റിനെ ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി IT സൂചികയിലെ ഒരു മുന്നേറ്റമായിരുന്നു. FOMC യോഗ തീരുമാനങ്ങൾക്ക് പിന്നാലെ ആണ് ഈ ഒരു മുന്നേറ്റം. ആ ഒരു മേഖല പ്രത്യേകിച്ചും യൂറോപ്യൻ മാർക്കറ്റിലും വെസ്റ്റേൺ മാർക്കറ്റുകളിലും വീണ്ടും ഒരു ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് വർദ്ധിക്കുമെന്നൊരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടായിരുന്നു IT ഓഹരികൾ ഇന്നലെ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ IT ഓഹരികളിലും തുടക്കത്തിൽ വളരെ ഹെവി ആയിട്ടൊരു ബൈയിങ് കടന്നു വന്നിരുന്നുവെങ്കിൽ പോലും ഹൈ ലെവൽസിൽ IT ഇൻഡെക്സിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയായിരുന്നു. ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ചിട്ടും ഏകദേശം നിഫ്റ്റി ബാങ്കിന് സമാനമായ തരത്തിലുള്ള മിറർ ചെയ്യുന്ന തരത്തിലൊരു മൂവ്മെന്റ് ആണ് കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. 0.5% മുകളിൽ ഒരു നേട്ടം നിലനിർത്താനായിട്ട് ഫൈനാൻഷ്യൽ സർവീസ് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലും തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് നടത്തിയിരുന്നു എങ്കിൽ പോലും മറ്റ് ഇൻഡെക്സുകളൊക്കെ പോലെ ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 55,727.45 എന്നൊരു നിലയിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഹയർ ഹൈ ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ട്രെൻഡും ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട US സൂചികകളിലൊക്കെ ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്കും ഓൾ ടൈം ഹൈ ക്ലോസിംഗുമാണ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് FOMC യോഗ തീരുമാനങ്ങളെ കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് അമേരിക്കൻ വിപണികൾക്ക് സാധിച്ചു. അതിനോടൊപ്പം തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന മാഗ്നിഫിഷ്യന്റ് സെവൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഇന്റലിനെ രക്ഷപ്പെടുത്താനായിട്ട് എൻവിഡിയ ഏകദേശം നിക്ഷേപം നടത്താനായിട്ട് $500 ബില്യൺ ഒരു നിക്ഷേപം നടത്താനായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവരുന്നു എന്നുള്ള വാർത്ത ഇന്റൽ ഓഹരികളിൽ വളരെ ശക്തമായിട്ടൊരു കുതിപ്പിനാണ് കാരണമായത്. ഇത് പൊതുവെ ടെക് മേഖലയിലും അല്ലെങ്കിൽ ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഓഹരികളിലും ഒക്കെ വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റിന് കാരണമായിട്ടുണ്ട്. ഇനി ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ധനനയ യോഗ തീരുമാനങ്ങളായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 4% എന്ന നിരക്കിൽ തന്നെയാണ് പലിശ നിരക്ക് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ കോഷ്യസ് ആയിട്ടൊരു സ്റ്റാൻസ് മാത്രമേ മുന്നോട്ടേക്ക് BOE അഥവാ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഗവർണർ ആൻഡ്രൂ ബെയ്ലി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലത്തെ ഒരു US വിപണികളിലേക്ക് വരികയാൽ തീർച്ചയായിട്ടും ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലേക്കാണ് ഡൗ ജോൺസ് സൂചികയും നാസ്ഡാക്കും S&P 500 കുതിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇന്റൽ ഓഹരികളുണ്ടായ ഒരു മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ്. ഇന്റലിൽ എൻവിഡിയ നിക്ഷേപം നടത്തുന്ന വാർത്ത വന്നതിന് പിന്നാലെ ഏകദേശം 23% ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഈ ഒരു US മാർക്കറ്റുകളിലെ വിപണികളിലെ ഒരു മുന്നേറ്റം എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഒരു ഓവർബോട്ട് സോണിലേക്ക് US വിപണികൾ എത്തിയിട്ടുണ്ടോ? നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് നോക്കുമ്പോഴേക്കും 100 വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നേരെ ഒരു ഓവർബോട്ട് റീഡിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് എങ്കിലും അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുമെന്ന്. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 46,600 ആയിരിക്കണം. അതേസമയം കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 45,900 പോയിന്റ് സപ്പോർട്ട് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗോടെ ആയിരുന്നു നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 24,280 പോയിന്റിന്റെ സപ്പോർട്ട് ആയിരിക്കണം. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. സർ, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ തന്നെ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ട്. ഈ ഒരു വീക്ക് പൊതുവെ പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ വീക്കിൽ എൻഡോട് കൂടി ഉണ്ടായിരുന്ന ഒരു ബുള്ളിഷ് മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് ഇപ്പോഴും ഈ ഒരു ക്രൂഡിന് സാധിച്ചിട്ടില്ല. പ്രധാനമായിട്ടും ഒരു കൺസോൾഡേറ്റഡ് മോഡിലേക്കാണ് പോയിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ $63 സപ്പോർട്ട് ആയിരിക്കും ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത ആഴ്ച നമുക്കൊരു ബുള്ളിഷ് എൻട്രി ഈ കമ്മോഡിറ്റിയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു ട്രേഡ് സാധിക്കുമെന്ന്. ഈ ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $65, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $66 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. ഗോൾഡിലേക്ക് കൂടി വരികയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഈ ഒരു വീക്കിൽ തുടർച്ചയായിട്ട് ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. $3,707.47 എന്നൊരു നില വരെ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വളരെ നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്, അതോ വീണ്ടും ഒരു ബുൾ റാലി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കുന്ന മാത്രമാണോ കാണുന്നത്? സ്വർണത്തിന്റെ കേസിൽ അത്യാവശ്യമായിരുന്നു ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. കാര്യം 19 ട്രേഡിംഗ് സെഷൻസിലായിരുന്നു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. സോ അറ്റ് ദിസ് മൊമെന്റ് അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ $3,640 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ബുള്ളിഷ് അണ്ടർടോണിന് ഒരു മാറ്റവും വരുത്തില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ വളരെ ഷോർട്ട് ടേമിന് ഒരു പൊസിഷൻ എടുക്കാൻ, പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $3,712 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു $20 നേട്ടം ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് പ്രതീക്ഷിക്കാം. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും പിന്നീട് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മുന്നേ ഒരു ഹൈ ലെവൽസിൽ വളരെ നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു. എന്നാലും കഴിഞ്ഞ ഈ ഒരു വീക്ക് പൊതുവെ പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി 50 ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50 താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50 നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയിൽ കിട്ടിയിരിക്കുന്ന ഒരു നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും ഹയർ ലെവൽസ്, അതായത് 25,400 പോയിന്റ് മുകളിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും എടുക്കേണ്ടത്. കാര്യം പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു നല്ല പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 2 സപ്പോർട്ട് ഏരിയാസ്. ആദ്യത്തെ 25,200, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 25,000 പോയിന്റും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 25,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സർ, അപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ഹൈ ലെവൽസിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം ഒരു 0.5% നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതേ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 55,600 എന്നൊരു ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ബുൾഷായിട്ടൊരു സിഗ്നൽ ആയിരിക്കുമെന്ന്. ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിലും 55,727.45 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഈ ഒരു കഴിഞ്ഞ 2 ആഴ്ചയിൽ ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബെയറിഷ് ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഓൺലി തിങ് ആ ബെയറിഷ് അണ്ടർടോൺ ബെയറിഷിൽ നിന്നും ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നിഫ്റ്റി 50 കാണുന്ന സെയിം സിറ്റുവേഷൻ എനിക്ക് നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചയിൽ കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി കറന്റ് ലെവൽസിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 54,950 പോയിന്റില് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
നമുക്ക് ബാങ്കിങ് സ്റ്റോക്സ്, ബാങ്കിങ് സെക്ടറിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഒത്തിരി ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സർ, അപ്പം തന്നെ ഇന്നലെ IT ഇൻഡെക്സിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതായിരുന്നു. വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു ആദ്യ മിനിറ്റുകളിൽ, ഒരു ഫസ്റ്റ് ഹാഫിൽ നിഫ്റ്റി IT സൂചികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് IT സൂചികയിലും ഹൈ ലെവൽസിൽ ഒരു നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുകൊണ്ട് ഏകദേശം ഒരു 0.8% നേട്ടം നൽകിക്കൊണ്ടാണ് ഇന്നലെ IT സൂചികയിൽ ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. IT ഇൻഡെക്സിൽ താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ റീസെന്റ് ടൈമിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഷോർട്ട് കവറിങ്, അതിനുശേഷം പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് ഇപ്പോൾ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് നിഫ്റ്റി ഇൻഡെക്സിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കാണുന്നത് പോലെ തന്നെ നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സിലും അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ. ആദ്യത്തെ 36,000 പോയിന്റും, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 35,700 പോയിന്റും. 35,700 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ട് കാണുന്നത്. ആൻഡ് ആ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും IT സ്റ്റോക്സിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്ക് അവസരങ്ങൾ ലഭിക്കും. സർ, അപ്പം തന്നെ ഇന്നത്തെ ഒരു ഫോക്കസിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഓഹരികൾ എന്ന് പറയുന്നത് അദാനി ഓഹരികളായിരുന്നു. അദാനിയെ സംബന്ധിച്ചിട്ട് സെബിയുടെ ഭാഗത്തു നിന്നും ഒരു ക്ലീൻ ചിറ്റാണ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹിൻഡൻബർഗ് റിസർച്ചിനകത്ത് ബന്ധപ്പെട്ട അലിഗേഷൻസിലാണ് ഇപ്പോൾ ഒരു ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ അദാനി കമ്പനികൾ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഉൾപ്പെട്ടുള്ള കമ്പനികൾ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധാകേന്ദ്രമാകാനുള്ളൊരു സാധ്യതയുണ്ട്. എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അദാനി എന്റർപ്രൈസസ്, അദാനി പവർ, അദാനി ഗ്രീൻ എനർജി, ഈ 3 ഓഹരികളിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ എന്താണ്? ഞാൻ കംപ്ലീറ്റ് അദാനി സ്റ്റോക്സിലോട്ട് നമുക്കൊരു റിവ്യൂ നടത്താം. അദാനി എനർജി സൊല്യൂഷൻസ് വളരെ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ഇപ്പോൾ നൽകുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 850 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം. മൈ എക്സ്പെക്ടേഷൻ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 870, 885, 900 രൂപ. സോ അദാനി എനർജി സൊല്യൂഷൻസിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. അദാനി എന്റർപ്രൈസസിന്റെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2450. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് അപ്വേർഡ് മൊമെന്റം തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കും. 2440 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2470, 2485, 2500 ഇതായിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അദാനി പോർട്ടിന്റെ കേസിൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിലായിട്ടുള്ള 1415, 1420 ഈ റേഞ്ചിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1450, 1480. അദാനി പവറിന്റെ കേസിൽ അഗെയിൻ ലോ റിസ്ക് ആയിട്ട് ഒരു നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഇന്നത്തെ ട്രേഡിൽ 637. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 660, 685 ആയിരിക്കും. ആൻഡ് ഫൈനലി അദാനി ഗ്രീനിന്റെ കേസിൽ അഗെയിൻ വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1000 രൂപ. 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽസ് 1030, 1045, 1065. സർ, അതിനോടൊപ്പം തന്നെ ചില ഡിഫൻസ് ഓഹരികളിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തേത് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. ഒരു പക്ഷേ ഈ ഒരു വീക്ക് ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വീക്കിന്റെ എൻഡ് മുതൽ ഈ വീക്കിന്റെ ആദ്യത്തെ ഒരു 2-3 ട്രേഡിംഗ് സെഷൻസ് വരെ വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഓഹരികളിൽ ഒന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. ഇന്നലെയും ഏകദേശം 0.8% മുകളിലൊരു നേട്ടം നൽകിയിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ വളരെ നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒരു ബൗൺസ് ബാക്ക് ഈ ഒരു ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല നേട്ടമാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ തുടർന്ന്
ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എങ്കിലും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പോർഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1820, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1790. സാർ, അപ്പം തന്നെ GRSയിലേക്ക് കൂടി വരികയാണ്. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഇന്നലെ ഒരു 0.5% മുകളിലുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഗാർഡൻ റീച്ചിലും കാണാൻ സാധിക്കുന്നുണ്ട്. GRSയിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ വ്യൂ എന്താണ്? ഗാർഡൻ റീച്ചിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുന്നുണ്ട്. ബട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കണ്ടിരിക്കുന്ന അതേ മൊമെന്റം ഗാർഡൻ റീച്ചിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഗാർഡൻ റീച്ചിന്റെ കേസിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 2730 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് GRSയിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ റെയിൽവേ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. റെയിൽവേ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് പല തരത്തിലുള്ള പുതിയ കരാറുകൾ ലഭിച്ചതടക്കമുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതിൽ ചില ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തിത്തഗർ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഏകദേശം ഒരു 0.5%-ത്തിനടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു തിത്തഗർ റെയിൽവേ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിത്തഗർ റെയിൽവേയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? തിത്തഗറിന്റെ കേസിൽ വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചയിൽ കിട്ടിയിരിക്കുന്ന ആ നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 959 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 990, 1004, 1020, 1050 ഇതൊക്കെ ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. സാർ, അപ്പം തന്നെ IRSയിലേക്ക് കൂടി വരികയാണ്. IRSയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു അണ്ടർ പെർഫോമിംഗ് ഓഹരിയായിട്ട് നിലനിൽക്കുന്നൊരു ഓഹരി കൂടിയാണ് IRFC എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് പ്രത്യേകിച്ചും സെപ്റ്റംബർ ആരംഭിച്ചതിന് ശേഷം വളരെ നേരിയ തോതിലുള്ള ഒരു റിക്കവറിയും കാണുന്നുണ്ട്. IRFC ഓഹരികളുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IRFCയിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നല്ല നേട്ടം കിട്ടിയിട്ടുണ്ടെങ്കിലും IRFCയിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. 134 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് കറന്റ് ലെവൽസിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സാർ, ഒപ്പം തന്നെ നിഫ്റ്റി ഓട്ടോ മേഖലയിലേക്ക് കൂടി വരികയാണ്. ഓട്ടോയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഓട്ടോ ഇൻഡെക്സ്, ഓട്ടോസ്, മേജർ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. മാരുതിയുടെ കേസിൽ നമുക്ക് ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈ അറൌണ്ട് 16,000 റുപ്പീസിൽ കാണാൻ സാധിച്ചു. ആ ലെവലിൽ എത്തിയതിനു ശേഷം നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. ബട്ട് കയ്യിൽ വെച്ച ലോങഗ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്താം. ഹ്യുണ്ടായുടെ കേസിൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു 2721 രൂപയിൽ കാണാൻ സാധിച്ചത്. അഗെയിൻ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബജാജ് ഓട്ടോയുടെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. 915 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു നല്ല നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഹീറോ മോട്ടോറിന്റെ കേസിൽ നമുക്ക് അഗെയിൻ ലോ റിസ്കിൽ നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. 5403 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ TVS മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു 1% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് പൊതുവേ കഴിഞ്ഞ വീക്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. TVS മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? TVS മോട്ടോഴ്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3440 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3630, അതിനുശേഷം 3680. ഇന്നലെ ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ച മറ്റൊരു ഓഹരിയായിരുന്നു അശോക് ലെയ്ലാൻഡ് ഓഹരികൾ. അശോക് ലെയ്ലാൻഡിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അശോക് ലെയ്ലാൻഡ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കറന്റ് ലെവൽസിൽ കാണുന്നില്ല.
എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 141 അതിനുശേഷം 144 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. സർ, റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. നവംബറിലേക്ക് എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വളരെ പോസിറ്റീവ് അപ്ഡേഷൻസ് ഒക്കെ വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ആദിത്യ ബിർല ഫാഷൻസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് ആണ്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു നെഗറ്റീവ് ടോണിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ടൊരു ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദിത്യ ബിർല ഫാഷൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താ? ആദിത്യ ബിർല ഫാഷൻസ് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ട്രെൻഡ് അഗൻസ്റ്റ് ആയിട്ട് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയത്. എങ്കിലും ഈ കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുമുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ 2 ആഴ്ചയിൽ കിട്ടിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 85 രൂപ. എനിക്ക് തോന്നുന്നില്ല 85ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ ഹേർഡിൽ 95 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 106. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും കിറ്റെക്സിലെ കൂടി നമുക്കൊന്ന് വരേണ്ടതുണ്ട്. കിറ്റെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന 2% ഒരു നേട്ടത്തിലായിരുന്നു. കിറ്റെക്സ് ഓഹരികളുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കിറ്റെക്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. പല ട്രേഡിംഗ് സെഷൻസിലും കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഒന്നല്ല ഈ സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് അതല്ലെങ്കിൽ അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്യപ്പെടുന്നത്. സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ 231 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ സുന്ദരം ക്ലേറ്റൺ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൻസിലറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ളൊരു ഇടിവാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അവരുടെ ലാസ്റ്റ് ക്വാർട്ടർലി നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു കമ്പനിയുടെ നഷ്ടം വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. സുന്ദരം ക്ലേറ്റൺ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി സുന്ദരം ക്ലേറ്റന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 1803 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2000 രൂപ, അതിനുശേഷം 2125 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സർ, അപ്പം തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് കൂടി വരികയാണ്. ഉജ്ജീവനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് നേരിയ തോതിലൊരു സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 8 മുതൽ ഏകദേശം ഒരു 5 ട്രേഡിംഗ് സെഷൻസോളം ഒരു മുന്നേറ്റം നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തുടരുന്നു. സ്റ്റോക്കിലെ വളരെ മേജർ സപ്പോർട്ട് ഏരിയ 44 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്കെങ്കിലും ഇന്നത്തെ ട്രേഡിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 46 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 48 രൂപ 75 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 50 അതിനുശേഷം 52 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഒരുപക്ഷേ ഈ വീക്കിൽ എല്ലാ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്ത ഓഹരികളിൽ ഒന്നായിരുന്നു ഒല ഇലക്ട്രിക്. ഒല ഇലക്ട്രിക് തന്നെയാണ് ഇന്നും എത്തിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെയും 1.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒലയിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ആദ്യ വാരത്തിലേക്ക് ഉണ്ടായ ഒരു മൂവ്മെന്റിൽ നിന്ന് വീണ്ടും ഒരു ഡൗൺവേർഡ് ട്രെൻഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണോ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? ഒല ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു നേട്ടമായിരുന്നു കിട്ടിയത്. ആൻഡ് വളരെ നാച്ചുറൽ ആയിട്ടാണ് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 55 രൂപ 90 പൈസ. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 61 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം.
സർ, അടുത്തായിട്ട് റിയൽറ്റി മേഖലയിലൂടെ വരികയാണ്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് DLFുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. DLFുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം ഒരു 0.5% നേട്ടം ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. DLF ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? DLFിന്റെ കേസിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ 802 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 758 രൂപയിലായിരിക്കും. 802 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2 മേജർ റെസിസ്റ്റൻസ് 860 അതിനുശേഷം 883 ആയിരിക്കും. സാർ, അതിനോടൊപ്പം തന്നെ അനന്തരാജിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? Anantaraj is a small cap stock, but എങ്കിലും ഈ ഒരു സ്റ്റോക്കിലും കാണുന്ന ഒരു പ്രോബ്ലം, there is not much trading liquidity. എങ്കിലും കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 562 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 601 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 630, 640, 655 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഇന്നലെ ഒരു 52 വീക്ക് ഹൈയിലേക്ക് കുതിച്ചൊരു ഓഹരിയായിരുന്നു ഡൽഹി വെറി ലിമിറ്റഡ്. ഡൽഹി വെറിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഹോൾ ടൈം ഹൈയിലേക്ക് എത്തിയതിനു ശേഷം ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഡെലിവറിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദിസ് പോയിന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 492 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 500, 510, 525 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തത്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സോളിസിറ്റേഷനോ അല്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ നിങ്ങളോടൊപ്പം മുഹമ്മദ് സഫാനും ഒപ്പം തന്നെ വിഷ്ണുവും ജോയിൻ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.